കുട്ടികൾക്ക് പനിയുടെ കൂടെ ഫിറ്റ്സ് വരികയാണെങ്കിൽ പാരന്റ്സ് അതൊരിക്കലും നിസ്സാരാക്കരുത്. കാരണം ഇപ്പോൾ ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജപ്പാൻ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണുന്ന ക്യൂലെക്സ് എന്ന കൊതുകുകളാണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ പടർത്തുന്നത്. 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ അസുഖം വളരെ സിവിയർ ആയിട്ട് കാണാറുണ്ട്. ശക്തമായ പനി, വിറയൽ, തലവേദന, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ പറ്റാതിരിക്കുക, ഫിറ്റ്സ് വരിക, ബോധക്ഷയം ഉണ്ടാവുക, മെന്റൽ കൺഫ്യൂഷൻ, ഇവയൊക്കെ ലക്ഷണങ്ങളാണ്. പന്നികളിൽ നിന്നും ദേശാടന കിളികളിൽ നിന്നും ഒക്കെ കൊതുകിന് ഇൻഫെക്ഷൻ കിട്ടിയിട്ട് അവ നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്കിത് വരുന്നത്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് ഇല്ല. ഇത് വരാതിരിക്കാൻ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പഴയ ചിരട്ട, പ്ലാസ്റ്റിക് ബോട്ടിൽ, ടയർ എന്നിവയിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. മലിനജലം എവിടെയും വീടിനടുത്തൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്തണം. ഇത്തരം സിംറ്റംസ് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത്. മാക്സിമം ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യണം. ഒപ്പം എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം.